പ്രിയപ്പെട്ടവരെ, രണ്ടാമത് നോക്കല്ലേ, അറിയാതെ നോക്കിയത് ഹറാമാണതുകൊണ്ട് തിരിച്ചു കളയതിന് ശിക്ഷയില്ല. പക്ഷേ രണ്ടാമത് നോക്കല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഒന്നിൽ ബസർ, കണ്ണിനെ ചിന്നുകാന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് നോക്കാതെ കണ്ണിനെ അടച്ചു കളയുക. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞതാ, യാ ബുനയ്യ യംശി ഖൽഫൽ അസദി വൽ അസ്വദി, സിംഹത്തിന്റെയും കുറുനരിയുടെയും പിന്നാലെ നീ നടന്നോ. വലാ തംശി ഖൽഫൽ മർയത്തി, പെണ്ണിന്റെ പിന്നാലെ നടക്കല്ലേ. പെണ്ണ് മുമ്പേ നടക്കേണ്ടവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണ് മുമ്പേ നടക്കേണ്ടവരാണെന്ന് ആരാണ് എന്നെ പഠിപ്പിച്ചത്? ചെറുപ്പക്കാരാ. ആ പെണ്ണിനെ മുമ്പേ നടത്തിയിട്ട് പിന്നാലെ നടന്നു പോയാൽ പെണ്ണിന്റെ തലയിൽ പിശാചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എത്ര ചീകിയിട്ടും മുടി ഒതുങ്ങാത്തത് പെണ്ണിന്. അതുകൊണ്ടാണ് പെണ്ണിന്റെ മുടിയുടെ മോഡൽ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് പെണ്ണ് തന്റെ മുടി കൊണ്ടിങ്ങനെ ആട്ടിക്കളിക്കുന്നത്. പെണ്ണിന്റെ അരയിൽ, പെണ്ണിന്റെ അരക്കത്തിൽ ഇരിക്കുന്നത്, ആ ഇബ്ലീസ് അരക്കത്തിലിരിക്കുന്നത് കൊണ്ടാണ് മുമ്പിലൂടെ നടന്നു പോകുന്ന പെണ്ണിന്റെ സൗന്ദര്യം എന്റെ ചെറുപ്പക്കാരാ നീ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു തരുന്നതെന്തിനാ? നീ ചെയ്യുന്ന ഇബാദത്ത് പൊളിയാൻ പാടില്ല, നീ ചെയ്യുന്ന ഹജ്ജും പറയും പൊളിയാൻ പാടില്ല. നിനക്ക് സ്വർഗം വേണ്ടേ? നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണണ്ടേ? നിനക്ക് നമസ്കരിച്ചതിന്റെ പ്രതിഫലം വേണ്ടേ? നിനക്ക് സ്വർഗ്ഗം ചെയ്തതിന്റെ പ്രതിഫലം വേണ്ടേ? സമം മാഹിയിൽ വന്ന ചെറുപ്പക്കാര്, മാഹിയിൽ വന്ന പെണ്ണുകൾ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നാനാ നോട്ടത്ത്, നാനാ കേൾവി, നാനാ സംഭാഷണത്ത്, നാനാ ബന്ധങ്ങൾ, നാനാ ഹറാമായ അഴുക്കുകാരന്റെ നികത്തത് തുടച്ചു മാറ്റുന്നു എന്ന് ഏതെങ്കിലും ചെറുപ്പക്കാര് തീരുമാനിച്ചാൽ എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ല. സമം തറക്കഹ ഖൗഫൻ മിനല്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അങ്ങനെ ഒഴിവാക്കിപ്പോയോ. ഹറാമായ ഫേസ്ബുക്കിലെ ബന്ധം എനിക്ക് വേണ്ട, ഹറാമായ വാട്സപ്പിലെ ബന്ധം എനിക്ക് വേണ്ട, ഹറാമായ കമന്റുകൾ, ഹറാമായ മെസ്സേജുകൾ എനിക്ക് വേണ്ടെന്ന് ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഒഴിവാക്കിപ്പോയോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് പഠിച്ചു വെച്ചോ ചെറുപ്പക്കാരാ. സമം തറക്കഹ ഖൗഫൻ മിനല്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അതൊക്കെ ആരെങ്കിലും വർദ്ധിച്ചു പോയാൽ അല്ലാഹു നിനക്കൊരു സമ്മാനം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നിനക്കൊരു സമ്മാനം തരും. നിങ്ങളെ അള്ള തരുന്നത് വാങ്ങിക്കോ, അമേരിക്ക തന്നത് പരിസരല്ലോ, അള്ള തന്നത് വാങ്ങിക്കോ, അള്ള തന്നത് വാങ്ങിക്കോ. എന്റെ സഹോദര, അഴക്കാഹല്ലോ, അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്, അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. ഈമാനം യജിദു ഹലാവത്തുഹു ഫീ ഖൽബിഹി, അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ ഒരു മധുരം അവന്റെ ഹൃദയത്തിന് ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹനെ പേടിച്ചിട്ട് വാട്സപ്പിലൂടെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണൂല അല്ലാ, എനിക്ക് ഫേസ്ബുക്കിലൂടെ ഗേൾ ഫ്രണ്ടുകളില്ല അല്ലാ, എന്റെ ഫോട്ടോ അവര് കാണണ്ട, അവരുടെ ഫോട്ടോ എനിക്ക് കാണണ്ട, ഒരു അനാവശ്യമായ ബന്ധങ്ങളുമില്ല അല്ലോ എന്ന് പറയുന്നുണ്ട്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ നാളെ പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നതാരാ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കബറിൽ വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, പൂർണ്ണീങ്ങൾ ഇറങ്ങി വന്നിട്ട് പറയുകയാ, സഅദിനെ എനിക്ക് തരുവോ, സഅദിനെ എനിക്ക് തരുവോ. അവർക്കുള്ള മുൻപല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ട്. ലിറ്റിക്കുവാരി ചുണ്ടിൽ പുരട്ടിയിട്ട് ഞങ്ങളെ കണ്ടിട്ട്, ഞങ്ങളെ കണ്ടിട്ട് എന്ന് വിവരിക്കാരെന്ന് നോക്കി വന്നിട്ട് ലോകത്തുള്ള ചെറുപ്പക്കാർക്ക് ശരീരം കൊടുക്കാൻ മനസ്സ് കാണിച്ച എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നീ ഒരു പെണ്ണാണെന്ന് ആ പെണ്ണിനെ പുറത്ത് പരത്തരം വരാ ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ പെൺകുട്ടികളെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പെണ്ണാണ്. പ്യാരല്ലൂന് പുരട്ടിയ പെണ്ണല്ല, ലിപ്സ്റ്റിക് പുരട്ടിയ പെണ്ണല്ല, കൺമഷി പുരട്ടിയ പെണ്ണല്ല, കാർജൂന്തരെന്ന് കാർച്ചുമ്പിയുടെ അടയാളം വേണമെന്ന് വാശി പിടിച്ചിട്ട് സിനിമാ ലോകത്തിന്റെ പെണ്ണാണ്. എന്റെ പ്രിയപ്പെട്ട സമുദായം
പറയുന്നതെന്താ? പൂർണ്ണീങ്ങളായ സ്ത്രീകളാ, ചെറുപ്പക്കാരാ, വടകരയിൽ, മാഹിയിൽ, തലശ്ശേരിയിൽ, പാനൂർ, കോഴിക്കോട്, കൊയിലാണ്ടിയിൽ ഒരു പെണ്ണ് നഗ്നതയുടെ അല്പം പുറത്തു കാണിച്ചിട്ട് നടന്നു പോകുമ്പോ കടന്നടിച്ചത് നരകത്തിങ്കിൽ കിടന്നിട്ട് ഈ സമുദായത്തിന് നന്ദികേട് കാണിച്ചവരിൽ മുരുകുമ്പോ ഒരു വിഭാഗ സ്വർഗത്തിനകത്ത് ഉല്ലസിക്കുന്നവരാകാ. കൊതിയില്ല ചെറുപ്പക്കാരാ, അതാണതാ ശാശ്വതമായ ജീവിതം. അതാണ് മോനെ ഇന്നും കിട്ടുന്ന സുഖമതാണ്. ഇത് ദുനിയാവല്ലേ, എപ്പോഴും തീരൂല്ലേ, എപ്പോഴും നശിക്കൂല്ലേ, എപ്പോഴും തകർന്നു പോവില്ലേ, എപ്പോഴും അവസാനിക്കൂല്ലേ. ഒരു നെഞ്ചുവേദന വന്നാൽ, ബാത്റൂമിൽ കാലെന്ന് വഴുതിപ്പോയാൽ, ക്യാൻസറിന്റെ അണുക്കൾ ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ കോപ്പ് കൊടുക്കണ്ടേ, ഇസ്രായേലിന്റെ മുന്നിൽ നിശ്ചലമായി കിടന്നു കൊടുക്കണ്ടേ. അതുകൊണ്ട് ശാശ്വതമായ ലോകം ആഖിറമാണ്, ശാശ്വതമായതും നിത്യമായതുമായ ജീവിതം ആഖിറമാണ്. അവിടത്തെ സുഖം, അവിടത്തെ പെണ്ണ്, അവിടത്തെ കള്ള് വില കുറവാന്ന് പറഞ്ഞ് മാഹിന്ന് വന്ന സ്ഥിതിക്ക് ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു പോകരിട്ടുകൊണ്ട് പോയപ്പോൾ അവിടുത്തെ കള്ള്, അവിടുത്തെ സുഖം, അവിടുത്തെ സന്തോഷം, അത് അള്ളാഹു നമുക്ക് തെരുമാറാകട്ടെ. അതിനുവേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്തടക്കാൻ നേരത്ത് ഹൂർലിങ്ങൾ ഇറങ്ങിയത്. സഹോദരിമാര് വിചാരിക്കും, നല്ലതുപോലെ പറഞ്ഞു കൊടുക്കും ഉസ്താദേ, നമ്മളൊക്കെ റോഡിലൂടെ പോകുമ്പോ യോമാര് ആ ജാതി നോട്ടമാണ് നോക്കുന്നേ, നിങ്ങൾ നോക്കുന്നതോ? നിങ്ങളെ വിചാരം എന്താ? നമ്മളിങ്ങനെ മുഖത്ത് മക്കനെയൊക്കെ ഇട്ട് നമ്മുടെ കണ്ണ് മാത്രം വെളിയിൽ വെച്ച് ഇങ്ങനെ നടക്കുമ്പോ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കെന്തും നോക്കാം. പെൺകുട്ടി നിങ്ങൾക്കും പോലെ തന്നെ ഹറാമാണ് നിങ്ങൾ പുരുഷന്മാരെ നോക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇവിടെ ഒരു വൺമാൻ ഷോ അല്ല ഇവിടെ, തിരിച്ചും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന പ്രിയപ്പെട്ട ഉമ്മു സലീമ റളിയല്ലാഹു അൻഹു, മൈമൂന റളിയല്ലാഹു അൻഹ, രണ്ടുപേരുടെയും മുമ്പിലേക്ക് ഇബ്നു മക്തൂം, അന്ധനായ മക്തൂം കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട ഈ രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ലാ യബ്സുറുന നബിയെ, അദ്ദേഹം ഞങ്ങളെ കാണൂലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, അഫവും യാവാനി അന്തിമ, നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ? നിങ്ങൾക്ക് കണ്ണുണ്ടല്ലോ, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റൂലേ? അതുകൊണ്ട് അതും ഹറാമാണ് എന്ന് ലോകത്തോട് പഠിപ്പിച്ചെങ്കിൽ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കുല്ലു ഐനും ബാക്കിയ, എല്ലാ കണ്ണുകളും നാളെ ആഖിറത്തിൽ കരയുന്നതാണ്. വിചാരം മാത്രം പറഞ്ഞാ പോരാ, മറ്റു ദുരുപയോഗങ്ങളും പുതിയ മോഡലുകളും പറയാനുണ്ട്. അതുകൊണ്ട് വേഗം പറഞ്ഞു വരികയാ, കുല്ലു ഐനും ബാക്കിയ, എല്ലാ കണ്ണുകളും നാളെ പരലോകത്ത് കരയുന്നതാ. ഇല്ലാ ഐനും വല്ലത്താൻ മഹാരിമില്ല, ഹറാമ കാണൂലെന്ന് തീരുമാനിക്കുന്ന കണ്ണുടച്ച് ബാക്കിയുള്ള കണ്ണുകളൊക്കെ നാളെ പരലോകത്ത് കരയുന്നതാ, നാളെ പരലോകത്ത് കരയുന്നതാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ നിങ്ങളുടെ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ദുനിയാവിൽ ഇറങ്ങി വരുമ്പോൾ, വൽമർഅതു ഇദസ്തഇറതു, ഒരു പെണ്ണ് അക്തർ പുരട്ടി, വമർറതു ബിൽ മജ്ലിസി, കുറെ ജനങ്ങളുടെ മുമ്പിലൂടെ നടന്നുപോയാൽ മലക്കുകൾ വന്നിട്ട് എഴുതി വെക്കും, വഹിയ കഥാ വകഥാ, അവിടെ ഇന്ന വൃത്തികേട് ചെയ്യുന്ന പെണ്ണാണ്. സുബഹി മുതൽ മഗ്രിബ് വരെ 10 മലക്ക് ഒരു മനുഷ്യന്റെ, ഒരു ആണിന്റെ, ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ടാവും. നീ സുഗന്ധം പുരട്ടിയിട്ട് ഒരു കല്യാണ വീട്ടിലൂടെ നടന്നുപോയാൽ, ഇന്ന് വടകരയിലും കോഴിക്കോട് മാഹിയിലും തലശ്ശേരിയിലും ഒക്കെ കല്യാണ വീടിന്റെ തലേ ദിവസം സഹോദരിമാർക്ക് വേണ്ടി എഴുതി കൊടുത്തിരിക്കുകയാ. അവരെ കൈകൊട്ടിക്കളി, അവരെ ഫോട്ടോ മോഡൽ, അവരുടെ മൈലാഞ്ചി കല്യാണമെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, എന്തിനേറെ പടക്കം പൊട്ടിക്കുന്നത് പോലും, കല്യാണത്തിന്റെ തലേ ദിവസം പടക്കം പൊട്ടിക്കുന്നത് പോലും എടുത്ത് കുറെ ചെറുപ്പക്കാര് പടക്കത്തിന്റെ ഒരു മോഡൽ കൊണ്ടുവന്നല്ല. അതിന്റെ കത്ത് സൂറത്തിൽ വാക്കിയായുടെ ഖുർആനിന്റെ ആയത്തിരിക്കുന്ന കണ്ട് ഞെട്ടിപ്പോയവനാ ഞാൻ. മാഹിയിൽ വന്ന പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യേ ത്ര്യയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം
ഗൗരി മഹേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവങ്ങളുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ച് ചന്ദനക്കുറി നെറ്റി കേട്ടുകൊണ്ട് പൂജ നടത്തി സമാധാനം ചോദിച്ച് മടങ്ങി വരുന്ന മാഹീന ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ധർമ്മോരക്ഷിതി രക്ഷിത, ധർമ്മത്തെ നീ രക്ഷിച്ചാൽ ആ ധർമ്മം നിന്നെ രക്ഷിക്കുമെന്ന് പഠിപ്പിച്ച മഹാഭാരതമാണ്. നിങ്ങളുടെ വേദനങ്ങളെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ പേടിയില്ല. മഹാഭാരതം പറയുന്ന പോലെയാണ് മാഹീന ഹൈന്ദവരെ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. അമാനിക്കമൊക്കെ നിബിധങ്ങൾ പറഞ്ഞത് നിങ്ങളെ സ്നേഹിക്കാനാ, നിങ്ങളെ ബഹുമാനിക്കാനാ, നിങ്ങളെ വേദനിപ്പിക്കല്ലേ, നിങ്ങളെ കുറ്റപ്പെടുത്തല്ലേ എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പാണക്കാട് കുടുംബത്തിന്റെ പ്രകാശമത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു കറാമത്തുകളും മർത്തബകളും അധികരിപ്പിച്ചു കൊടുക്കട്ടെ. എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് 10 ലക്ഷം രൂപയുടെ ചെക്കെഴുതി കയ്യിൽ കൊടുത്തിട്ടില്ലേ? വീടിന്റെ ചാവി വാങ്ങി കൊടുത്തിട്ടില്ലേ? പാണക്കാട് കുടുംബത്തെ തങ്ങൾ വന്നല്ലാതെ എന്റെ വീടിനകത്ത് താമസിക്കാനാ ഞാൻ താമസിക്കാൻ തീരുമാനിക്കൂലെന്ന് പറഞ്ഞ് ശിഹാബ് തങ്ങൾ വരുന്ന ഡേറ്റിന് വേണ്ടി ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് ഒരു കൊട്ടാരത്തിന് ഹൈന്ദവ സഹോദരൻ കാത്തിരുന്നവരങ്ങനെ എന്റെ സഹോദര കലാപകരിച്ചത് അന്തരീക്ഷത്തിന് വിട പറയുന്ന മാടപ്രാവിന്റെ പരിശുദ്ധിയുള്ള പുഞ്ചിരിമാര് കടന്നു വന്ന സയ്യിദന്മാരുടെ അനുചരന്മാരായവരെ, ഞാനിത് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്ന് കരുതല്ലേ. ഞാനൊരു ചിഹ്നപ്പിടമാറ്റുകാരനാ. അഹ്ലുബൈത്തിന്റെ പേരിനാ പറഞ്ഞത് വോട്ട് പിടിക്കാനല്ല, നിങ്ങൾ രാഷ്ട്രീയത്തെ ന്യായീകരിച്ചുകൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കേരളത്തിന്റെ മണ്ണിൽ നിന്നിട്ട് ഞാൻ പറയുകയാ, കല്യാണത്തിന്റെ തലേ ദിവസം പടക്കം പൊട്ടിച്ച് തെറിപ്പിച്ച് കളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്ത് ചെയ്യരുതെന്ന് അല്ലാഹു പറഞ്ഞു. അത് മുഴുവനും ചെയ്യാൻ മനസ്സ് വെക്കുന്ന യുവത്വമേ, എന്ത് വേണ്ടെന്ന് അല്ലാഹു റസൂല് പറഞ്ഞു. അത് മുഴുവനും വേണമെന്ന് വാശി പിടിക്കുന്ന പെങ്ങളെ, ആരംഭ റസൂല് പറയുന്ന നീ സുഗന്ധം പുരട്ടിയിട്ട് അന്യപുരുഷന്മാരിക്കുന്ന സ്ഥലത്തൂടെ നടന്നു പോയാൽ നിന്റെ കണക്കെഴുതാൻ പുറന്നിറങ്ങുന്ന മലക്കുകൾ നിന്നെ കുറിച്ച് എഴുതി വെക്കുന്നത് വഹിയ കഥാ എന്ന് പറഞ്ഞാൽ നീ വേശ്യയെന്നാണ്, നീ വ്യഭിചാരിയെന്നാ. തലമറച്ചിട്ട് കാര്യമില്ല പെങ്ങളെ. അങ്ങനാണെങ്കിൽ ഈ പർദ്ദയിൽ അർത്ഥമില്ല പെങ്ങളെ. നിന്നെ കുറ്റപ്പെടുത്താണെന്ന് കരുതല്ലേ, നിന്നെ കുറ്റപ്പെടുത്താണെന്ന് കരുതല്ലേ. ഫലസ്തീനില് ഈജിപ്തില് മനോഹരമാണ് ഞങ്ങൾ കണ്ട മക്ബറയിൽ വെച്ച് ഏറ്റവും നല്ല മക്ബറ. അല്ലാഹുവേ, ചെന്ന് നിൽക്കുമ്പോ കൈകാല് വിറച്ചു പോകുന്ന മക്ബറ, ഫാത്തിഹ ഓതുമ്പോ ഹൃദയം പൊട്ടിപ്പോകുന്ന മക്ബറ, എന്റെ കൈ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് ദ്വാരക്കുമ്പോ അറിയാതെ തകർന്നു പോകുന്ന മക്ബറ. അതാരുടേതെന്നറിയോ? എന്റെ മാഹീന പെങ്ങളെ. സ്വന്തം കൈകൊണ്ട് കവർ പിടിച്ച ഒരു മഹതിയുണ്ട്, നഫീസത്തിൽ മിസ്രിയ, നഫീസത്തിൽ മിസ്രിയ. ജനുവരി മാസത്തിൽ അല്ലാഹുവേ 4-5 തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ പള്ളങ്കോട് ഞാൻ പറയുന്നുണ്ട് മിസറിലെ മാണിക്യമെന്ന വിഷയം, നഫീസ ബീവിയുടെ ചരിത്രം പഠിക്കുമ്പോ കബറിന്റെ കാലോട് തീർത്ത മഹതി. അല്ലാഹുവേ, ഞങ്ങളുടെ സിയാറത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ലാ. 6000 പെങ്ങളെ, ആ സമയമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ വിരലുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കാറ് 16 മണിക്കൂർ വാട്സപ്പ് ഉപയോഗിച്ചു പോയ, ഒരു ദിവസം 16 മണിക്കൂർ വാട്സപ്പ് ഉപയോഗിച്ചു പോയ സ്പെയിനില് 34-കാരിയായ പെൺകുട്ടിക്ക് ഇന്ന് പടർന്നിരിക്കുന്ന രോഗമെന്തെന്നറിയോ? വാട്സാപ്പ് റൈസ് എന്ന് പറയുന്ന ഒരു പുതിയ രോഗം പടർന്നു പിടിച്ചിരിക്കുകയാ. ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ 16 മണിക്കൂർ, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിന് 16 മണിക്കൂർ വാട്സപ്പിന് വേണ്ടി വിരൽക്കുമ്പോ കണ്ണും മാറ്റിവെച്ച പെണ്ണാണ്. കണക്ക് പറയണ്ടേ, കണക്ക് പറയണ്ടേ. വാട്സപ്പും ഫേസ്ബുക്കും കൂടിയിട്ട് ഖുർആൻ ഇരുന്ന സ്ഥലത്തിരുന്ന് പോയില്ലേ, ഇരുന്ന സ്ഥലത്തിരുന്ന് പോയില്ലേ. അത് ഓതാൻ ആളില്ലാതെ വീട്ടിന്റെ അകത്ത് അടിച്ചുകൂട്ടിയില്ലേ. അല്ലാഹുവേ, ആ ഖുർആൻ ശപിച്ച ആ ശാപം താങ്ങാൻ നമുക്ക് പറ്റുമോ? മാഹിയിലെ മുസ്ലിം പെങ്ങളെ, ആ ഖുർആന്റെ ശാപം വന്നാൽ അത് താങ്ങാൻ നമുക്ക് പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് സൂക്ഷിക്കണേ. ഇനി ഒരിക്കലും അതിലൂടെ ഒരു ഹറാമിയത്തിന് ഞാനില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് തീരുമാനിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നമുക്ക് ഭാഗ്യം തരട്ടെ. ആ ഹറാമിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ, അതിനെ തിരിച്ചറിയാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്നിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. വതൂബൂ ഇലല്ലാഹി ജമീഅ.
അയ്യുഹൽ മുഅ്മിനൂ, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. എന്തിനെന്നറിയോ? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയശ്രീലാളിതരാകാൻ വേണ്ടിയാ. വ്യഭിചാരം എത്ര ഗൗരവമാണോ അതിലേറെ നിസാരമാക്കി ഇബ്ലീസ് അതിനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു. 2 പുതിയ നാശത്തിന്റെ പുതിയ രൂപം ഇബ്ലീസ്